തേർഡ് സം ബികോമിൻ്റെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സിൻ്റെ 12ാമത്തെ വീഡിയോ. Desirable properties of a good measure of variation. Desirable properties of a good measure of variation. Measure of central tendency are known as average of first order, since they are averages of given values. But measure of dispersion are known as averages of second order, because they are averages of deviations taken from an average. Measure of central tendency, mean, median, mode, geometric mean, harmonic mean, are known as average of first order because they are averages of given values. But measure of dispersion, that is range, quartile deviation, mean deviation, standard deviation, are known as averages of second order because they are averages of deviations taken from an average. Since measure of dispersion is also an average, it must satisfy certain important properties of a good average. Measure of dispersion is also an average of second order. Measure of dispersion is also an average. It must satisfy certain important properties of a good average. Measure of central tendency എന്ന് പറയുന്നത് ആവറേജസ് ആണ്. അതായത് മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, അതെല്ലാം ആവറേജസ് തന്നെയാണ്. അതിന് പറയുന്നത് ആവറേജസ് ഓഫ് ഫസ്റ്റ് ഓർഡർ എന്നാണ്. എന്നാൽ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനെ ആവറേജസ് ഓഫ് സെക്കൻഡ് ഓർഡർ എന്ന് പറയും. കാരണം അത് ആവറേജസ് ഓഫ് ഡീവിയേഷൻസ് ടേക്കൺ ഫ്രം ആൻ ആവറേജ് ആണ്. ഒരു ആവറേജിൽ നിന്നുള്ള ഡീവിയേഷൻസിൻ്റെ ആവറേജ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ മീൻ ഡീവിയേഷൻ സിഗ്മ മോഡ് ഡി ബൈ എൻ. ഡി എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാർ ഓർ എക്സ് മൈനസ് മീഡിയൻ ഓർ എക്സ് മൈനസ് മോഡ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ റൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ. അതായത് ആവറേജിൽ നിന്നുള്ള ഡീവിയേഷൻസിൻ്റെ ആവറേജ് പോലെയാണ് വരുന്നത് ഈ ഡിസ്പേർഷനൊക്കെ. അതുകൊണ്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനെ ആവറേജസ് ഓഫ് സെക്കൻഡ് ഓർഡർ എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഒരു രീതിയിൽ പറഞ്ഞാൽ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും എ ടൈപ്പ് ഓഫ് ആവറേജ് ആണ്. അതുകൊണ്ട് തന്നെ ആവറേജിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളെല്ലാം മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും ഉണ്ടായിരിക്കണം. അപ്പം ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാലും എ ഗുഡ് മെഷർ ഓഫ് വേരിയേഷൻ ഓർ എ ഗുഡ് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. എസെൻഷ്യൽ പ്രോപ്പർട്ടീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. ഒരു നല്ല ശരാശരിക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ തന്നെയാണ് ഒരു നല്ല ഡിസ്പേർഷനും ഉണ്ടായിരിക്കേണ്ടത്. അതിലൊന്നാമത്തെ എന്താണ്? രണ്ടിൻ്റെയും കോമൺ ആണ്. ആവറേജിന് എന്തൊക്കെയാണോ നമ്മൾ പറഞ്ഞത് അതെല്ലാം തന്നെയാണ് ഡിസ്പേർഷനും ഉള്ളത്. ഇറ്റ് ഷുഡ് ബി റിജിഡ്ലി ഡിഫൈൻഡ് ഓർ വെൽ ഡിഫൈൻഡ്. ഇറ്റ് ഷുഡ് ബി ഈസി ടു കാൽക്കുലേറ്റ്. ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഓൾ ദി ഒബ്സർവേഷൻസ് ഓഫ് ദി ഡാറ്റ. ഇറ്റ് ഷുഡ് ബി അമിനബിൾ ടു further algebraic treatment. It should have sampling stability. It should not be unduly affected by extreme items. ഈ 7 പ്രോപ്പർട്ടീസ് തന്നെയാണ് ഒരു നല്ല ശരാശരിക്കും ഉണ്ടായിരിക്കേണ്ടത്. അതേ സംഭവം തന്നെയാണ് ഇവിടെ. ഇറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ്. ഇറ്റ് ഷുഡ് ബി ഈസി ടു കാൽക്കുലേറ്റ് ആൻഡ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഓൾ ദി ഒബ്സർവേഷൻസ് ഓഫ് ദ ഡാറ്റ. ഇറ്റ് ഷുഡ് ബി അമിനബിൾ ടു ഫർദർ algebraic treatment. It should have sampling stability. It should not be unduly affected by extreme items. Merits of range. Range is the simplest measure of dispersion. It can be easily calculated. It can be understood even by a layman. Range എന്ന് പറയുന്നത് മെഷർ ഓഫ് ഡിസ്പേർഷനിലെ ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ അത് വളരെ ഈസിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അതുപോലെ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ കഴിയുന്ന അത്ര ലളിതമാണ്. എന്താണ് റേഞ്ച്? എച്ച് മൈനസ് എൽ, ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. അപ്പോൾ ഹയസ്റ്റ് വാല്യൂ, ലോവസ്റ്റ് വാല്യൂ ഇത് കൺസിഡർ ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ റേഞ്ച് വളരെ ഉപയോഗപ്രദമാണ്.
Demerits of range. Range is not based on all the items of the series. It depends on the extreme items and not on all the items. It is very unstable. It is highly affected by sampling fluctuations. It cannot be calculated in the case of open end classes. റേഞ്ച് ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ആണ്. അതുകൊണ്ട് എല്ലാ ഐറ്റംസിനെയും അത് കൺസിഡർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എക്സ്ട്രീം ഐറ്റംസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാണ് റേഞ്ച്. അതുകൊണ്ട് അത് എല്ലാ ഐറ്റംസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല. വളരെ അൺസ്റ്റേബിളാണ്. സാമ്പിളിംഗ് ഫ്ലക്ച്വേഷന് നന്നായിട്ട് സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ് ഉണ്ട് അതിന്. അതുപോലെ തന്നെ ഓപ്പൺ എൻഡ് ക്ലാസ്സസ് ആണെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഓപ്പൺ എൻഡ് ക്ലാസ്സസ് ആണെങ്കിൽ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാനും കഴിയില്ല. ഫോർ എക്സാമ്പിൾ ബിലോ 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, എബവ് 50 അങ്ങനെയാണ് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ക്ലാസ് എങ്കിൽ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ആദ്യത്തെ ക്ലാസ് ബിലോ 10 എന്നാണ്. ബിലോ 10 എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും ചെറിയ നമ്പർ പറയാൻ കഴിയില്ല. 10 താഴേന്നേ ഉള്ളൂ. എവിടെ മുതൽ 10 വരെ എന്നല്ല ആദ്യത്തെ ക്ലാസ്. അതുപോലെ അവസാനത്തെ ക്ലാസ് എബവ് 50 ആണ് അവസാനത്തെ ക്ലാസ്. അപ്പോൾ 50 ടു എവിടം വരെ എന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്ലാസ്സിൽ നമുക്ക് റേഞ്ച് കാണാൻ കഴിയില്ല. മറിച്ച് ക്ലാസ് 10 to 20, 20 to 30, 30 to 40, 40 to 50 ആണെങ്കിൽ എൽ എന്ന് പറയുന്നത് 10 ആണെന്നും എച്ച് എന്ന് പറയുന്നത് 50 ആണെന്ന് എടുക്കാം. കാരണം 10 to 20, 20 to 30, 30 to 40, 40 to 50 അങ്ങനെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോവർ ലിമിറ്റ് 10ഉം അപ്പർ ലിമിറ്റ് 50 ആണ്. എന്നാൽ ഓപ്പൺ എൻഡ് ക്ലാസ്സസ് ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഓപ്പൺ ആണ്, ലാസ്റ്റ് ക്ലാസ് ഓപ്പൺ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോവസ്റ്റ് വാല്യൂവും ഹയസ്റ്റ് വാല്യൂ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. അടുത്ത മെറിറ്റ്സ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. It is easy to understand and simple to calculate. It is not affected by extreme items. It gives an idea of the distribution of half of the series around the median. Quartile deviation എന്ന് പറഞ്ഞാൽ എന്താണ്? Q3 minus Q1 divided by 2. Q3 minus Q1 by 2 അതാണ് പറയുന്നത്. ഇറ്റ് ഗീവ്സ് ആൻ ഐഡിയ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹാഫ് ഓഫ് ദ സീരീസ് അറൗണ്ട് ദ മീഡിയൻ. Q1 മീഡിയൻ Q3 ഫസ്റ്റ് ക്വാർട്ടൈൽ, സെക്കൻഡ് ക്വാർട്ടൈൽ, തേർഡ് ക്വാർട്ടൈലാണ്. സെക്കൻഡ് ക്വാർട്ടൈലാണ് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ Q3 minus Q1 by 2 എന്നാണ് അതിൻ്റെ വാല്യൂ. അതുകൊണ്ട് തന്നെ അതിനെ നമുക്കിങ്ങനെ പറയാം, ഇറ്റ് ഗീവ്സ് ആൻ ഐഡിയ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹാഫ് ഓഫ് ദ സീരീസ് അറൗണ്ട് ദി മീഡിയൻ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം ഐറ്റംസ്. എക്സ്ട്രീം ഐറ്റംസ് എന്താണെങ്കിലും അത് ക്വാർട്ടൈൽ ഡീവിയേഷനെ ബാധിക്കില്ല. കാരണം Q1 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ആയിരിക്കില്ല. അതുപോലെ Q3 ലാസ്റ്റ് ക്ലാസ്സും ആയിട്ട് വരില്ല. ഫസ്റ്റ് ക്ലാസ്സും ലാസ്റ്റ് ക്ലാസ്സും ഇതിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ എക്സ്ട്രീം ഐറ്റംസ് ക്വാർട്ടൈൽ ഡീവിയേഷനെ അഫക്റ്റ് ചെയ്യുന്നില്ല. കാൽക്കുലേറ്റ് ചെയ്യാൻ സിമ്പിളാണ്, മനസ്സിലാക്കാനും എളുപ്പമാണ്. പിന്നെ അത് വെൽ ഡിഫൈൻഡ് ആണ്. വെൽ ഡിഫൈൻഡ് വേണം quartile deviation. ഇനി അതിൻ്റെ ഡിമെറിറ്റ്സ് നോക്കാം. The quartile deviation is not based on all the observations. Items below Q1 and above Q3 are completely ignored. It is not amenable to further algebraic treatment. It is too much affected by sampling fluctuations. It does not indicate variation of items from the average. Quartile deviation can be used only when the distribution is fairly symmetric. Quartile deviation is not based on all observations. Quartile deviation എല്ലാ ഒബ്സർവേഷൻസിനെയൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. കാരണം Q1 ഉം Q3 മാത്രമാണ്. Q3 എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാർട്ടൈൽ, Q1 ഫസ്റ്റ് ക്വാർട്ടൈൽ. അത് രണ്ട് യൂസ് ചെയ്തിട്ടാണ് ക്വാർട്ടൈൽ ഡിവിയേഷൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് എല്ലാ വാല്യൂസിനെയും അടിസ്ഥാനമാക്കിയിട്ടല്ല. അതുപോലെ Q1 താഴെയുള്ളതും Q3 മുകളിലുള്ളതും കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യുകയാണ്. കൂടുതൽ ഗണിതക്രിയകൾക്ക് സഹായകമല്ല. സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ് ധാരാളമായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ
സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിലാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കുറേ കൂടി നല്ല ഒരു മെഷറായിട്ട് വരുന്നത്. മെറിറ്റ്സ് ഓഫ് മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ ഈസ് വെൽ ഡിഫൈൻഡ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ വെൽ ഡിഫൈൻഡ് ആണോ? അതുപോലെ റേഞ്ചും വെൽ ഡിഫൈൻഡ് ആണ്. അപ്പം അതുപോലെ തന്നെ മീൻ ഡീവിയേഷനും വെൽ ഡിഫൈൻഡ് ആണ്. മീൻ ഡീവിയേഷൻ ഈസ് വെൽ ഡിഫൈൻഡ്. ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സിമ്പിൾ ടു കാൽക്കുലേറ്റ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ദി ഒബ്സർവേഷൻസ്. കാരണം മീൻ ഡീവിയേഷൻ എന്ന് വെച്ചാൽ സിഗ്മ മോഡ് ഡി ഡിവൈഡഡ് ബൈ എൻ. മോഡ് ഡി എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് മൈനസ് എക്സ് ബാർ ഓർ മോഡ് എക്സ് മൈനസ് മീഡിയൻ ഓർ മോഡ് എക്സ് മൈനസ് മോഡ്. മോഡിൽ നിന്നോ മീഡിയനിൽ നിന്നോ മീനിൽ നിന്നോ ഉള്ള ഡീവിയേഷൻ്റെ പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കുന്നത്. ഡീവിയേഷൻ വിത്തൗട്ട് സൈനാണ് അതിൻ്റെ അരിത്തമെറ്റിക് മീൻ. സിഗ്മ മോഡ് ഡി ഡിവൈഡഡ് ബൈ എൻ, അതാണ് മീൻ ഡീവിയേഷൻ. അവ എല്ലാ വാല്യൂസിൽ നിന്നും ഡീവിയേഷൻ എടുക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ്. ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് വെരി മച്ച് ബൈ ദി എക്സ്ട്രീം വാല്യൂസ്. അടുത്ത ഡിമെറിറ്റ്സ് ഓഫ് മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ്റെ ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ് നോക്കാം. മീൻ ഡീവിയേഷൻ സഫേഴ്സ് ഫ്രം ഇൻആക്യുറസി ബിക്കോസ് പ്ലസ് ഓർ മൈനസ് സൈൻസ് ആർ ഇഗ്നോർ. എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്നത്. ഡിഫറൻസ് ആവറേജുമായിട്ടുള്ള ഡിഫറൻസിൻ്റെ പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കുന്നത്. ഡീവിയേഷൻ വിത്തൗട്ട് സൈൻ. അതുകൊണ്ട് തന്നെ മെയിൻ ഡീവിയേഷൻ ആക്യുറേറ്റ് അല്ല. ഇറ്റ് ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് എനി ഫർദർ ഓൾജിബ്രേക്ക് ട്രീറ്റ്മെൻറ്റ്. കൂടുതൽ ഗണിതക്രിയകൾക്ക് മീൻ ഡീവിയേഷൻ സഹായകമല്ല. മീൻ ഡീവിയേഷൻ ഈസ് നോട്ട് എ റിലയബിൾ മെഷർ വെൻ കാൽക്കുലേറ്റഡ് ഫ്രം മോഡ് ആസ് ദ മോഡ് ഈസ് അൺസർട്ടൺ ഇൻ സം കേസസ്. മോഡ് ചില സന്ദർഭങ്ങളിൽ അൺസർട്ടൺ ആണ്, ഇൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ മോഡിൽ നിന്ന് ഡീവിയേഷൻ എടുക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ മീൻ ഡീവിയേഷൻ അത്ര നല്ല വിശ്വാസയോഗ്യമായ ഒരു മെഷറായിട്ട് കണക്കാക്കാൻ കഴിയില്ല. അത് അതിൻ്റെ ഒരു ഡിമെറിറ്റാണ്. അപ്പോൾ മെറിറ്റ്സ് എന്ന് പറയുന്നത് മീൻ ഡീവിയേഷൻ ഈസ് വെൽ ഡിഫൈൻഡ്, മീൻ ഡീവിയേഷൻ ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സിമ്പിൾ ടു കാൽക്കുലേറ്റ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ദി ഗിവൺ വാല്യൂസ്, ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് very much by extreme values. Demerits of mean deviation. Mean deviation suffers from inaccuracy because plus or minus signs are ignored. It is not capable of any further algebraic treatment. Mean deviation is not a reliable measure when calculated from mode as the mode is uncertain in some cases. Uses of mean deviation. Mean deviation is significantly used for measuring variability of the series relating to economic and social phenomena. Economic and social phenomena റിലേറ്റ് ചെയ്തിട്ടുള്ള സീരീസുകളുടെ വേരിയബിലിറ്റി മെഷർ ചെയ്യാൻ മീൻ ഡീവിയേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻകം ആൻഡ് വെൽത്ത്. വേരിയബിലിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് ഇൻകം ഈസ് ജനറലി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ യൂസ് ചെയ്തിട്ടാണ് അവിടെ വേരിയബിലിറ്റി മെഷർ ചെയ്യുന്നത്. മീൻ ഡീവിയേഷൻ ഈസ് സിഗ്നിഫിക്കൻ്റ്ലി യൂസ്ഡ് ഫോർ മെഷറിംഗ് വേരിയബിലിറ്റി ഓഫ് ദ സീരീസ് റിലേറ്റിംഗ് ടു ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഫിനോമിന. വേരിയബിലിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് ഇൻകം ഈസ് ജനറലി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മീൻ ഡീവിയേഷൻ. ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. Deviations are measured from arithmetic mean. Signs of the deviations are not ignored. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫീച്ചേഴ്സ് ആണ് അതെല്ലാം. അരിത്തമെറ്റിക് മീനിൽ നിന്ന് മാത്രമാണ് ഡീവിയേഷൻസ് എടുക്കുന്നത്. മീൻ ഡീവിയേഷനിലാണെങ്കിൽ എങ്ങനെയാണ്? മീൻ ഡീവിയേഷനിൽ അരിത്തമെറ്റിക് മീനിൽ നിന്നും മീൻ ഡീവിയേഷൻ കാണാം. മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ആവാം, മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ആവാം, മീൻ ഡീവിയേഷൻ ഫ്രം മോഡ് ആവാം. അങ്ങനെ മീനിൽ നിന്നോ മീഡിയനിൽ നിന്നോ മോഡിൽ നിന്നോ ഉള്ള ഡീവിയേഷൻസ് മീൻ ഡീവിയേഷനിൽ യൂസ് ചെയ്യും. എന്നാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ അരിത്തമെറ്റിക് മീനിൽ നിന്ന് മാത്രമാണ് ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ ഓർ
റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ, അങ്ങനെയൊക്കെയാണ് ഫോമുല. അപ്പോൾ അരിത്തമെറ്റിക് മീനിൽ നിന്ന് മാത്രമേ ഡീവിയേഷൻസ് എടുക്കുന്നുള്ളൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ. അതുപോലെ തന്നെ സൈൻസ് ഓഫ് ദ ഡീവിയേഷൻസ് ആർ നോട്ട് ഇഗ്നോർ. മീൻ ഡീവിയേഷനിലാണെങ്കിൽ എല്ലാം പ്ലസ് സൈനാണ്. ആ ഡിഫറൻസിൻ്റെ ആവറേജുമായിട്ടുള്ള ഡിഫറൻസിൻ്റെ പോസിറ്റീവ് സൈൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഡീവിയേഷൻ വിത്തൗട്ട് സൈനാണ് മീൻ ഡീവിയേഷനിൽ യൂസ് ചെയ്യുന്നത്. എന്നാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ അങ്ങനെയല്ല. സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഡീവിയേഷൻസ് പ്ലസ് ആയാലും മൈനസ് ആയാലും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്ക്വയറാണ് എടുക്കുന്നത്, പിന്നീട് സ്ക്വയർ റൂട്ട് കാണുക ചെയ്യുന്നത്. അപ്പോൾ സൈൻസ് ഓഫ് ദ ഡീവിയേഷൻസ് ആർ നോട്ട് ഇഗ്നോർ. ഇത് രണ്ടും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഒരു പ്രത്യേകതയാണ്. മെറിറ്റ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. Standard deviation is well defined. It is based on all the observations. It is capable of further algebraic treatment. It is most prominently used in further calculations, for example, finding skewness, correlation coefficient, etc. It is used in testing of hypothesis. It is not very much affected by sampling fluctuations. അപ്പോൾ മെറിറ്റ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെൽ ഡിഫൈൻഡ് ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ദി ഒബ്സർവേഷൻസ്. ഇറ്റ് ഈസ് capable of further algebraic treatment. It is most prominently used in further calculations, example for finding skewness, correlation coefficient, etc. It is used in testing of hypothesis. It is not very much affected by sampling fluctuations. The standard deviation well defined ആണ്. എല്ലാ വാല്യൂസിനെയും അടിസ്ഥാനമാക്കിയിട്ടാണ്. കൂടുതൽ ഗണിതക്രിയകൾക്ക് സാധ്യമാണ്. ഉദാഹരണമായിട്ട് സ്ക്യൂനെസ് കാണാൻ, അതുപോലെ കോറിലേഷൻ കോവിഷ്യൻ്റ്, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്, ഇതിലെല്ലാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ചാപ്റ്റർ ഇതാണ്, സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ്. സ്ക്യൂനെസ്സിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നെയാണ് വരുന്നത്. അതുപോലെ കോറിലേഷൻ കോവിഷ്യൻ്റിലും വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഗണിതക്രിയകൾക്ക് സാധ്യമായതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നാണ് പറയുന്നത്. ഇനി ഡിമെറിറ്റ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഡിമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, അത് കാൽക്കുലേഷൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്താണ് കാൽക്കുലേഷൻ? റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ ഓർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. സ്ക്വയർ ചെയ്യണം, ഡീവിയേഷൻ കാണണം, സ്ക്വയർ ചെയ്യണം, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കാൽക്കുലേഷൻസ് അത്ര ഈസി അല്ല, അല്പം ഡിഫിക്കൽട്ടാണ്. അതുപോലെ ഇറ്റ് ഗിവ്സ് മോർ വെയ്റ്റ് ടു എക്സ്ട്രീം വാല്യൂസ്. എക്സ്ട്രീം വാല്യൂസിന് കൂടുതൽ വെയ്റ്റ് നൽകുന്ന രീതിയിലാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് മീൻ ഡീവിയേഷൻ. ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് മീൻ ഡീവിയേഷൻ. Standard deviation, deviations are taken only from the mean of the values of the series. Mean deviation ലാണെങ്കിൽ deviations may be taken from mean or median or mode. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ സൈൻസ് ഓഫ് ഡീവിയേഷൻസ് ആർ നോട്ട് ഇഗ്നോർ. മീൻ ഡീവിയേഷനിൽ സൈൻസ് ഓഫ് ഡീവിയേഷൻസ് പ്ലസ് ഓർ മൈനസ് ആർ ഇഗ്നോർ. സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലാണെങ്കിൽ deviations are taken only from the mean of the values of the series. എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ദി മീൻ ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഡീവിയേഷൻസ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് എ സീരീസ് ഫ്രം ദയർ അരിത്തമെറ്റിക് മീൻ ആണ്. അരിത്തമെറ്റിക് മീനിൽ നിന്നുള്ള ഡീവിയേഷൻസിൻ്റെ സ്ക്വയേഴ്സിൻ്റെ അരിത്തമെറ്റിക് മീനിൻ്റെ സ്ക്വയർ റൂട്ട്, അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഡീവിയേഷൻസ് എടുക്കുന്നത് അരിത്തമെറ്റിക് മീനിൽ നിന്ന് മാത്രമാണ്. എന്നാൽ മീൻ ഡീവിയേഷനിൽ എങ്ങനെയാണ്? മീൻ ഡീവിയേഷനിൽ അങ്ങനെയല്ല. മീൻ ഡീവിയേഷൻ്റെ ഡെഫിനിഷൻ എന്താണ് പറയുന്നത്? മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീൻ ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഓൾ വാല്യൂസ് ഇൻ എ സീരീസ് ഫ്രം ദയർ ആവറേജ് കൗണ്ടിങ് ഓൾ സച്ച് ഡീവിയേഷൻസ് ആസ് പോസിറ്റീവ്. ദി ആവറേജ് സെലക്റ്റഡ് മേ ബി മീൻ, മീഡിയൻ ഓർ മോഡ്. മീനിൽ നിന്നോ മീഡിയനിൽ നിന്നോ മോഡിൽ നിന്നോ ഉള്ള ഡീവിയേഷൻസ് എടുക്കാം. അതാണ് മെയിൻ ഡീവിയേഷൻ. പിന്നെ രണ്ടാമത്തെ പ്രോപ്പർട്ടി സ്റ്റാൻഡേർഡ് ഡീവിയേഷന് സൈൻസ് ഓഫ് ഡീവിയേഷൻസ് ആർ നോട്ട് ഇഗ്നോർ. അവിടെ നെഗറ്റീവാണോ പോസിറ്റീവാണോ അങ്ങനെയല്ല, എല്ലാ സൈനും ഉപയോഗിക്കുന്നുണ്ട്. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും.
രണ്ട് സൈനും ഇഗ്നോർ ചെയ്യുന്നില്ല. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായിട്ടും പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ടും എടുക്കുന്നുണ്ട്. എന്നാൽ മീൻ ഡീവിയേഷനിൽ അങ്ങനെയല്ല. മീൻ ഡീവിയേഷനിൽ എന്താണ്, കൗണ്ടിങ് ഓൾ ഡീവിയേഷൻസ് ആസ് പോസിറ്റീവ് എന്നാണ്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് സൈൻ ഇഗ്നോർ ചെയ്തിട്ട് അത് പോസിറ്റീവ് സൈൻ മാത്രമായിട്ടാണ് എല്ലാം എടുക്കുന്നത്. എല്ലാം പോസിറ്റീവായിട്ട് എടുക്കണം ഡീവിയേഷൻസ്. Standard deviation considered to be the best measure of dispersion. Why? Standard deviation considered to be the best measure of dispersion. Why? 4 മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണുള്ളത്. റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡിസ്പേർഷൻ. എന്തുകൊണ്ട്? ഇതുപോലെ തന്നെ അരിത്തമെറ്റിക് മീൻ ഉണ്ടായിരുന്നു. അരിത്തമെറ്റിക് മീനാണ് ഏറ്റവും നല്ല ആവറേജ്. എന്തുകൊണ്ട്? കാരണം ഏറ്റവും ആ പ്രോപ്പർട്ടീസിൽ ഒരു നല്ല ശരാശരിക്ക് ഉണ്ടായിരിക്കേണ്ട എല്ലാ ഗുണങ്ങളിൽ ഭൂരിഭാഗം ഗുണങ്ങളും ഉള്ളത് അരിത്തമെറ്റിക് മീനായിരുന്നു. 7 പറഞ്ഞാൽ 6 ഗുണങ്ങളും അതിലുണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് കുറേ ഗുണങ്ങൾ വേറെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അരിത്തമെറ്റിക് മീൻ ഏറ്റവും നല്ല ശരാശരിയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കാര്യത്തിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് ഒരു നല്ല ശരാശരിക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളിൽ കൂടുതൽ ഗുണങ്ങൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണുള്ളത്. മറ്റ് 3 അപേക്ഷിച്ച് കൂടുതൽ ഗുണങ്ങളുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൺസിഡേർഡ് ടു ബി ദ ബെസ്റ്റ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. Standard deviation possesses most of the important characteristics which an ideal measure of dispersion should have. First one, standard deviation is well defined. Standard deviation based on all the observations. It is amenable to further algebraic treatment. It possesses many mathematical properties. It is not much affected by sampling fluctuations. It does not ignore the signs of the deviations. It is possible to find out standard deviation of 2 or more groups. Coefficient of variation is based on standard deviation and it can be used to compare variability of 2 series. Standard deviation is used to find out statistical measure like coefficient of skewness, coefficient of correlation, regression equations, etc. So standard deviation is the best measure of dispersion. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഒരു ഐഡിയൽ മെഷർ ഓഫ് ഡിസ്പേർഷന് വേണ്ട ധാരാളം ഗുണങ്ങൾ ഉള്ള ഒരു ഡിസ്പേർഷനാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതുകൊണ്ട് അത് ഏതൊക്കെയാണെന്ന് പ്രത്യേകം സ്പെസിഫൈ ചെയ്യണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് വെൽ ഡിഫൈൻഡ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഓൾ ദി ഒബ്സർവേഷൻസ് ഓഫ് ദി ഡാറ്റ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് amenable to more algebraic treatment. Standard deviation possesses many mathematical properties. It is not much affected by sampling fluctuations. It does not ignore the signs of the deviations. It is possible to find out standard deviation of 2 or more groups. 2 3 ഗ്രൂപ്പുകൾ, 2 അതിൽ കൂടുതലോ ഗ്രൂപ്പുകൾ കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണാനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ ഇൻറ്റു 100 അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. 2 സീരീസ് ഓഫ് വാല്യൂസിൻ്റെ വേരിയബിലിറ്റി കമ്പയർ ചെയ്യാൻ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനാണ് യൂസ് ചെയ്യുന്നത്. ആ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവശ്യമാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ 2 സീരീസ് ഓഫ് വാല്യൂസിൻ്റെ വേരിയബിലിറ്റി കമ്പയർ ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ലൈക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനസ്, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, റിഗ്രഷൻ ഇക്വേഷൻസ് എക്സെട്ര. ഇപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനസ് അടുത്ത ചാപ്റ്റർ അതാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനസ് മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഫോർമുല തന്നെ. കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനസ് കാണാനുള്ള ഫോർമുല മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അവിടെ ആവശ്യമാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ബേസ് ചെയ്തിട്ടാണ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനസും വരുന്നത്. അതുപോലെ കോറിലേഷനിലും കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണാം. അടുത്ത സെമ്മിൽ അത് വരുന്നുണ്ട്. അതുപോലെ റിഗ്രഷൻ ഇക്വേഷൻ അതെല്ലാം അടുത്ത സെമ്മിൽ വരുന്നതാണ്. അതുപോലെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസും അടുത്ത സെമ്മിലുണ്ട്. അപ്പോൾ അതിനെല്ലാം സഹായിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്.
അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ അപ്ലിക്കേഷൻ ധാരാളം വരുന്നുണ്ട്. ഇറ്റ് ഈസ് അമിനബിൾ ടു മോർ ഓൾജിബ്രേക്ക് ട്രീറ്റ്മെൻറ്റ്. So, standard deviation is the best measure of dispersion. Standard deviation possesses most of the important characteristics which an ideal measure of dispersion should have. Standard deviation is well defined. It is based on all the observations of the data. It is amenable to more algebraic treatment. It possesses many mathematical properties. It is not much affected by sampling fluctuations. It does not ignore the signs of the deviations. It is possible to find out standard deviation of two or more groups. Coefficient of variation is based on standard deviation and it can be used to compare variability of two series. Standard deviation is used to find out statistical measure like coefficient of skewness, coefficient of correlation, regression equations, etc. So, standard deviation is the best measure of dispersion.